നമസ്കാരം. 50ാമത്തെ ആഴ്ചയിലെ ബാർക്ക് റേറ്റ് പുറത്തു വന്നപ്പോൾ ആരൊക്കെ വീണു, ആരൊക്കെ വാണു എന്നൊക്കെ അറിയണ്ടേ? നമുക്കൊന്ന് പരിശോധിക്കാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാർക്ക് റേറ്റിൽ 142 പോയിന്റുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ പോയ വാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളായിരുന്നു, തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരം വാർത്തകൾ കാണാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വാർത്താ ചാനൽ അത് ഏഷ്യാനെറ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമലയിലെ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉടലെടുത്ത ഒരു വാരം കൂടിയാണ് കടന്നുപോയത്. അപ്പൊ അതൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ഇഷ്ടപ്പെട്ടതും കണ്ടതും ഒക്കെ ഈ പറയുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ വഴിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. 117 പോയിന്റുമായിട്ടാണ് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തുള്ളത്. റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതായിരുന്നു. റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിന്നെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീക്കുകൾ പോകുമ്പോഴും നമുക്ക് ബാർക്ക് റേറ്റിൽ കാണാൻ സാധിക്കുന്നത് 1ഉം 2ഉം സ്ഥാനത്ത് നിന്ന് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ റിപ്പോർട്ടറും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചാടി കളിക്കുന്ന കാഴ്ചയാണ്. 117 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്തായാലും റിപ്പോർട്ടർ നിൽക്കുന്നു. അതായത് ഇതിനുശേഷം ഈ ഏഷ്യാനെറ്റിന് ശേഷം ആളുകളുടെ രണ്ടാമത്തെ ഒരു ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3ാം സ്ഥാനത്ത് 24 74, 100നും താഴെ എന്ന് വേണം പറയാൻ. 24ന് ഒരു രീതിയിലുള്ള അനക്കവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. 24 3ാം സ്ഥാനത്ത് തന്നെ മിക്കപ്പോഴും തന്നെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള എന്താ പറയാ, ഒന്ന് മുഖം മിനുക്കി ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ പോലും കഴിയാതെ ഇങ്ങനെ ഓരോ ബാർക്ക് റേറ്റിന്റെ സമയത്തും 24 തകർന്നടിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുന്നേറ്റം പോലും ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ട 2ാം സ്ഥാനത്തേക്ക് പോലും എത്തപ്പെടാൻ കഴിയാതെ കിതക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ 24 ഒക്കെ വന്ന സമയത്ത് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനെ എങ്ങനെയാണ് ആളുകൾ സമീപിക്കുന്നത്, ആ രീതിയിലായിരുന്നു പല ആളുകളും ഒക്കെ 24നെ സമീപിച്ചിരുന്നത്. 24ലെ വാർത്തകൾ കാണാൻ ആളുകൾക്ക് വല്ലാത്തൊരു താല്പര്യമായിരുന്നു. അവരുടെ വാർത്താ അവതരണ ശൈലികൾ, അവർ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കലുകൾ, ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ വിജയം കണ്ടിരുന്നു. പക്ഷെ അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇപ്പോ സുജയ പാർവതി, അതുപോലെ തന്നെ അരുൺ, ഇവരൊക്കെ ആ ഒരു 24 വിട്ടതോടുകൂടി തന്നെ ഏകദേശം 24 ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. 24ലെ വാർത്തകൾ കാണാൻ ആളുകൾക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മിയൊക്കെ തുടക്കം വന്ന് കുറെ കഥാപ്രസംഗമൊക്കെ നടത്തിയപ്പോൾ ആദ്യമൊക്കെ ആളുകൾക്ക് വലിയ താല്പര്യമൊക്കെ തോന്നി. പിന്നീട് ഇവരുടെയൊക്കെ നിലപാടും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു അറുബോറനായിട്ട് പിന്നീട് തോന്നി. ഇപ്പോൾ അതുകൊണ്ട് ആളുകൾ 24 കാണുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. 4ാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ്. വെറും 58 പോയിന്റ് മാത്രമേ ഉള്ളൂ. 5ാം സ്ഥാനത്ത് മാതൃഭൂമി ഉണ്ട്. 6ാം സ്ഥാനത്ത് ജനം ഉണ്ട്. 7ാം സ്ഥാനത്തേക്ക് ന്യൂസ് മലയാളം 24/7 പോയിരിക്കുന്നു. അതായത് ന്യൂസ് മലയാളം 24/7 5ാം സ്ഥാനത്തേക്കൊക്കെ ഈ മനോരമയും മാതൃഭൂമിയും ഒക്കെ മറികടന്ന് എത്തിയതായിരുന്നു. ഇപ്പോ അവർ 24ലേക്ക് പോയി, 24 പോയിന്റിലേക്ക് ആണ് അവർ പോയിരിക്കുന്നത്. ഈ പെട്ടെന്ന് വന്നൊരു ചാനലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് വന്നൊരു ചാനലാണ്, നല്ല ക്വാളിറ്റി ഉള്ള ചാനലാണ്. ആ ചാനല് സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾക്ക് ഒരു പ്രത്യേക ഒരു ക്ലാരിറ്റി നിലവിലുണ്ട്. എന്തായാലും എന്റെ ഒരു കണക്കുകൂട്ടല് ഈ പറയുന്ന ചാനൽ അതായത് വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്തും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോ എന്തായാലും വന്നിട്ടല്ലേ ഉള്ളൂ അല്ലെ, പെർഫോമൻസ് കാണിക്കാൻ ഇനിയും സമയമൊക്കെ ഉണ്ട്. 7ാം സ്ഥാനത്ത് നിന്ന് 8ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ കൈരളി ന്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 22 പോയിന്റ് ആയിട്ടാണ് കൈരളി ന്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9ാം സ്ഥാനത്താണ് ന്യൂസ് 80 കേരളയെ കാണാൻ സാധിക്കുന്നത്. വെറും 20 പോയിന്റ് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ ക്യാപ്ഷനുകളൊക്കെ കൊടുത്ത് ആളുകളെ ഇങ്ങനെ പിടിച്ചെത്താൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ന്യൂസ് 80 എന്ന് പറയുന്ന ചാനൽ. ന്യൂസ് 80ൽ വരുന്ന വാർത്തകളിലൊക്കെ നമ്മള് ആദ്യം ഒന്നും നോക്കിയിട്ട് പിന്നെ ഒന്ന് ആലോചിക്കും ഇത് ശരിയാണോ എന്ന്. കാരണം അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള ക്യാപ്ഷനുകളും ഒക്കെയാണ് കൂടുതൽ വരാറുണ്ടെങ്കിൽ പോലും അതിനോടൊന്നും മലയാളികൾക്ക് വലിയ താല്പര്യമില്ല എന്ന് തെളിയിക്കുകയാണ്. ഈ ഓരോ തവണയും ബാർക്ക് റേറ്റ് വരുമ്പോൾ ഇവർ എത്തി നിൽക്കുന്ന സ്ഥാനം കാണുമ്പോൾ ഒരു രീതിയിലുള്ള മുന്നേറ്റവും ന്യൂസ് 80ക്ക് നടത്താൻ കഴിയുന്നില്ല. ന്യൂസ് 80ൽ വരുന്ന വാർത്തകളുടെയൊക്കെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. ഏകദേശം കൂടി ജനം ടിവിയുടെ ഒക്കെ ഒരു മോഡലിലെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മളത് കാണാറുള്ളത്. ഇടതുപക്ഷത്തിനെതിരെയൊക്കെ നിരവധി ഉണ്ടയില്ല വെടികൾ വാർത്തകളൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കാറൊക്കെ ഉണ്ട്. കോൺഗ്രസിനെതിരെയും ഈ പറയുന്ന പോലെ ചില വാർത്തകളൊക്കെ, ചില കുത്തിത്തിരിപ്പും വാർത്തകളൊക്കെ ന്യൂസ് 80ൽ നമ്മൾ കാണാറുണ്ടെങ്കിലും പക്ഷെ ചാനലിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഒന്നും നടത്താനായിട്ട് പലപ്പോഴും കഴിയാറില്ല. എന്തായാലും ബാർക്ക് റേറ്റ് 50ാമത്തെ ആഴ്ചയിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് അത് ഏഷ്യാനെറ്റിന്റെ തന്നെയാണ്. 2ാം സ്ഥാനത്ത് റിപ്പോർട്ടർ നിൽക്കുന്നു. ഇനിയിപ്പോ 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് ഒക്കെ എത്തപ്പെടാനുള്ള
ഒരു ശ്രമങ്ങളൊക്കെ ആയിരിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ 51ാമത്തെ വീക്കിലേക്ക് പോകാൻ നേരത്ത് കൂടുതലായും ഏറ്റവും കൂടുതൽ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാകും ആ ബാർക്ലൈറ്റിനെ സ്വാധീനിക്കാൻ ഇടയുള്ളത്. ഈ ശ്രീനിവാസന്റെ വിയോഗം അത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ചാനലായിരിക്കാം വരാൻ പോകുന്ന ബാർക്ലൈറ്റിൽ ഒന്നാമത് എത്തുക. എന്തായാലും ഒന്നാമത് എത്തുക എന്ന് പറയുമ്പോൾ ഈ ശ്രീനിവാസന്റെ മരണമൊക്കെ ബാർക്ലൈറ്റ് ഉയർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നല്ല രീതിയിൽ തന്നെ എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ മാധ്യമ പ്രവർത്തനമൊന്നും ഞാൻ പറയില്ല, ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യൂല. കാരണം ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത പല മാടിത്തരങ്ങളൊക്കെയാണ് ഈ ബാർക്ലൈറ്റ് ഉയർത്താൻ വേണ്ടി ചില മരണങ്ങളുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ പോലും മ്യൂസിക് ഇട്ട് പാട്ടിട്ട് അവരുടെ ആ ഒരു വൈകാരികത ഇങ്ങനെ വിൽക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു അച്ഛൻ നഷ്ടപ്പെട്ട മകന്റെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ വേദന, ഇതൊക്കെ ഇങ്ങനെ ബീജം വിട്ടൊക്കെ കച്ചവടം ചെയ്യുകയാണ്. ഇതിന്റെ കച്ചവടം എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ പറയില്ല. കാരണം ബാർക്ലൈറ്റിൽ ഒന്നാമതെത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മരണമൊക്കെ ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് പണ്ടേ ഒരു അതിർത്തിയാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമുള്ള ഒരാളൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾക്ക് അതിനോട് എതിർപ്പുണ്ടെന്നും വെച്ച് ഇവരത് ചെയ്യാതിരിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒന്ന് മരണമാണ്, ക്രൈമാണ്, ചില മസാലകളാണെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടി എക്കാലത്ത് ശ്രമം നടത്താറുണ്ട്. അതുകൊണ്ട് ഈ പോയ വാരത്തിൽ നമ്മൾ കണ്ടത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന ബാർക്ലൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് വലിയ പൊളിറ്റിക്കൽ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവവികാസങ്ങളൊന്നും ഇപ്പൊ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ നാളെ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം. പിന്നെ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈ പഞ്ചായത്തിലെ അധികാരങ്ങളും ചെയർമാനെയും ചെയർപേഴ്സണെയും മേയറെയും ഒക്കെ പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നുള്ള ചില ലൊട്ടിലൊടുക്ക് വാർത്തകൾക്ക് അപ്പുറത്തേക്ക് വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വീക്കിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനൊക്കെ മുന്നേറാനായിട്ട് കഴിയുന്നത് ഈ ഒരു മിക്കവാറും ശ്രീനിവാസന്റെ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വാർത്ത തന്നെയാകും. അതെനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതും റിപ്പോർട്ടർ ചാനൽ വഴിയാകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നമുക്കിവിടെ പൊതുവെ നോക്കുമ്പോൾ വേറെ പല കാര്യങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വലതുപക്ഷ മാധ്യമങ്ങളുണ്ടല്ലോ, വലതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ പോലുള്ള മാധ്യമങ്ങൾക്കൊക്കെ, ജനം പോലുള്ള മാധ്യമങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ല. ജനങ്ങൾക്ക് അത്തരം മാധ്യമങ്ങൾ ഒരു കയ്യകലത്തിൽ നിർത്തുന്നു എന്ന് നമുക്ക് എല്ലാ ടൈമിലും ബാർക്ലൈറ്റ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഇവരൊക്കെ വലിയ താല്പര്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഈ പറയുന്ന ഇടത് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെയാണ് എന്നായിരുന്നുവെങ്കിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എത്തേണ്ടിയിരുന്നത് മനോരമയാണ്. അപ്പൊ മനോരമയൊക്കെ ജനങ്ങൾ ഒരു വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം ചാനലിനോടൊന്നും ആളുകൾക്ക് വലിയ താല്പര്യമില്ല. കോൺഗ്രസ്സുകാർ പോലും കാണുന്നില്ല എന്നിരിക്കും. കോൺഗ്രസ്സുകാർ തന്നെ കാണുകയാണെങ്കിൽ തന്നെ അത് പിന്നെങ്കിലും ഒന്ന് മൂവ് ചെയ്യുന്നു. അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ കാണാതെ ബഹിഷ്കരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ പ്രതിഷേധങ്ങളൊന്നും റിപ്പോർട്ടർ ചാനലിനും ഏറ്റിട്ടില്ല. അത് ഏറ്റിരുന്നുവെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് റിപ്പോർട്ടർ ചാനൽ ഈ മനോരമയൊക്കെ കിടക്കുന്ന, അല്ലെങ്കിൽ അതിനും താഴെ ന്യൂസ് 8 കിടക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ പോകുമായിരുന്നു. അപ്പൊ അതൊന്നും ഏൽക്കുന്നില്ല. പ്രേക്ഷകരെ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും എന്നൊക്കെ ആരെങ്കിലും ഒക്കെ അതിന് ഹാഷ്ടാഗ് ഇട്ട് പല രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ആളുകൾക്ക് വിചാരിച്ചിട്ടുണ്ട്. അത് വെറും തോന്നലാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും 50ാമത്തെ ആഴ്ച കഴിഞ്ഞു. 51ാമത്തെ ആഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.